ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇത് പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ്. പക്ഷേ ഇപ്പോഴും നമ്മളുടെ ഇന്ത്യ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ഇന്ത്യയുടെ പൂർവ്വകാലങ്ങളിൽ എന്ന് വെച്ചാൽ നമ്മൾ ഒരു രണ്ടോ മൂന്നോ നാലോ ദശാബ്ദമൊക്കെ പുറമോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ രാഷ്ട്രീയ തലപ്പത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള എന്നുവെച്ചാൽ രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തത് കൊണ്ടും അത് നടപ്പിലാക്കാൻ കഴിയാത്തത് കൊണ്ടും ഇന്ത്യ കാലാകാലങ്ങളായിട്ട് നേരിടേണ്ടി വരുന്ന ആ, പ്രത്യാഘാതങ്ങൾ, കോൺസിക്വൻസസ് ഇപ്പോഴും നമ്മൾ നേരിടുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതല്ല. അത് നമ്മൾ പാകിസ്ഥാനെ കുറിച്ചാണ് പറയുന്നത്. അതായത് പാകിസ്ഥാൻ ഇന്ന് ഒരു ന്യൂക്ലിയർ പവറാണ്. ന്യൂക്ലിയർ പവർ എന്ന് പറയുമ്പോൾ അണുവായുധമുള്ള ന്യൂക്ലിയർ ബോംബ്സ് കൈവശമുള്ള ഒരു രാജ്യമാണ്. അവരത് എങ്ങനെ ഉണ്ടാക്കിയെടുത്തു, അല്ലെങ്കിൽ അവരെങ്ങനെ പൊസസ് ചെയ്തു, അല്ലെങ്കിൽ അവരെങ്ങനെ അക്വയർ ചെയ്തു എന്നൊക്കെ ഉള്ളത് നമുക്ക് തീർച്ചയായിട്ടും നേരായ മാർഗത്തിൽ കൂടെ അല്ല. എന്നുവെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജി കൃത്യമായിട്ട് ഉപയോഗിച്ച് ആ രാജ്യത്തിന് പീസ്ഫുൾ പർപ്പസിന് വേണ്ടി, ഇല്ലേ, ആ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി, അല്ലെങ്കിൽ ആ മാർഗങ്ങൾ സ്വീകരിച്ചല്ല പാകിസ്ഥാൻ അണുവായുധങ്ങൾ കരസ്ഥമാക്കിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇസ്ലാമിക് ബോംബ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ലോകത്തിലെ ആദ്യത്തെ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തെ രാജ്യം പാകിസ്ഥാനാണ്. പണ്ട് 1980-കളിൽ സദാം ഹുസൈൻ ന്യൂക്ലിയർ പിന്നെ വെപ്പൺസ് ഉണ്ടാക്കിയില്ല. പക്ഷേ പീസ്ഫുൾ പർപ്പസിന് വേണ്ടിയെങ്കിൽ തന്നെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുക. അത് ഇസ്രായേൽ പ്രിയംറ്റീവ് സ്ട്രൈക്കിൽ കൂടെ, എന്നുവെച്ചാൽ പ്രത്യേകിച്ച് പ്രകോപനമൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് മുന്നേ കൂട്ടി തന്നെ അതിനെ ബോംബ് ചെയ്ത് തകർക്കുകയൊക്കെ ചെയ്ത വാർത്തകൾ നമുക്ക് വായിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നടക്കുന്ന ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ഇറാൻ അമേരിക്കൻ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യവും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. ഈ പറഞ്ഞ ജൂൺ 13-നാണ് ഇസ്രായേൽ പ്രിയംറ്റീവായിട്ട്, എന്നുവെച്ചാൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് പ്രകോപനമൊന്നും ഇല്ലാതെ ഇറാനെ ആക്രമിച്ചതും, ഈ ആക്രമിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് അവർ പറയുന്നത് ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഈ രാജ്യം ന്യൂക്ലിയർ വാർഹെഡ്, പിന്നെ അതായത് ന്യൂക്ലിയർ ബോംബിനടുത്തേക്ക് അവർ എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നതിൽ വളരെ പ്രൊവാക്റ്റീവായിട്ട് അവരെ എൻഗേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. അമേരിക്കയും അതിനകത്തുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവസാനം അമേരിക്കയുടെ ബി 2 ബോംബേഴ്സ് ഇറാൻ്റെ ന്യൂക്ലിയർ ബേസസ് ബോംബ് ചെയ്ത് തകർത്തു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നതാണ്. ഇതിൻ്റെ സത്യാവസ്ഥകളൊന്നും നമുക്കറിയില്ല. അപ്പം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയൊക്കെ, അതുപോലെ തന്നെ അവരുടെ സഖ്യത്തിലുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ സൗദി അറേബ്യ ആയാലും UAE ആയാലും മിഡിൽ ഈസ്റ്റിലുള്ള മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ ആയാലും ഇറാൻ ഒരു ന്യൂക്ലിയർ പവർ ആകുന്നതിൽ അവർക്കൊന്നും അത്ര താല്പര്യമില്ല. കാരണം ഇറാൻ ഒരു ന്യൂക്ലിയർ പവർ ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ പവർ, അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പവർ ഇറാന് വളരെ ഫേവർ ആകും എന്നുള്ളൊരു പിന്നെ കൃത്യത മനസ്സിലാക്കിക്കൊണ്ട് ഈ പറഞ്ഞ മറ്റു രാജ്യങ്ങളൊന്നും തന്നെ ഇറാൻ ഒരു ന്യൂക്ലിയർ പവർ ആകുവാൻ ആഗ്രഹിക്കുന്നില്ല, പ്രത്യേകിച്ച് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേലും മറ്റ് സഖ്യശക്തികളൊന്നും തന്നെ. അപ്പോൾ ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നതിൽ നിന്നും എങ്ങനെയും അവരെ പിന്തിരിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഉണ്ടാക്കിയെടുത്ത കപ്പാസിറ്റിയെ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ ഇറാൻ മാത്രമല്ല, ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പണ്ട് നടത്തിയൊരു സംഭാഷണത്തിൻ്റെ ക്ലിപ്പിംഗ്സ് നമ്മൾ ഈ അടുത്തിടയ്ക്കാണ് കണ്ടത്. എന്നുവെച്ചാൽ ഇറാനെ മാത്രമല്ല പാകിസ്ഥാനെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു. അത് പഴയൊരു വീഡിയോയ്ക്കകത്താണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം മാത്രമല്ല, പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ വെപ്പൺസും ഇസ്രായേലിന് ഒരുപോലെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതൊരു പുതിയ കാര്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. പണ്ട് 1970-കളിൽ പാകിസ്ഥാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. ഇസ്രായേലിൻ്റെ ആശങ്ക അന്ന് മുതൽ വർദ്ധിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. കാരണം ഇസ്രായേൽ പാകിസ്ഥാൻ റിലേഷൻസ് ഈ ജൂത രാജ്യവും മുസ്ലിം രാജ്യവുമായിട്ടുള്ള ആ ഒരു എന്താണ് പറയുന്നത് ബേസിൽ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു മുസ്ലിം രാജ്യവും അണുബോംബുണ്ടാക്കി
അത് സ്വന്തമാക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അത്ര ശുഭകരമായ ഒരു കാര്യമല്ല. അപ്പോൾ അതിനെ തടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ടെൽ അവീവ് അല്ലെങ്കിൽ ഇസ്രായേൽ അന്ന് മുതൽ കൃത്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ അബ്ദുൽ ഖാദർ ഖാൻ എന്ന് പറഞ്ഞ അവരുടെ ന്യൂക്ലിയർ ഫിസിസ്റ്റാണ് അവരുടെ ഈ അണുബോംബിന്റെ പിതാവ് എന്നൊക്കെ പറഞ്ഞു, ഫാദർ ഓഫ് പാകിസ്ഥാൻസിലെ ന്യൂക്ലിയർ ബോംബ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവരുടെ ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെ പിന്നെ ബോംബ് ചെയ്യാനും അതുപോലെ തന്നെ ഈ പറഞ്ഞ സയന്റിസ്റ്റിനെ കൊല്ലാനും ഒക്കെ ഇസ്രായേൽ പല പ്രാവശ്യം പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ആ ശ്രമങ്ങളെല്ലാം ഫെയിൽഡായി. ആ ഫെയിൽഡായതിന് കാരണം, ഒരു പ്രധാന കാരണം ഇന്ത്യ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു റിപ്പോർട്ടിൽ കൂടെ, ഇത് നേരത്തെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ അടുത്തിടെ മിഡിൽ ഈസ്റ്റ് ഐ എന്ന് പറയുന്ന ഈ പറഞ്ഞ ഒരു ഓൺലൈൻ ഓൺലൈൻ പേപ്പർ അല്ലെങ്കിൽ ഓൺലൈൻ എഡിഷനകത്ത് വന്നൊരു റിപ്പോർട്ടും പ്രകാരം അറിയാൻ സാധിക്കുന്ന, ഇസ്രായേൽ ഈ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ പ്രോജക്റ്റിനെ തകർക്കുവാനും ന്യൂട്രലൈസ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ന്യൂക്ലിയർ സയന്റിസ്റ്റിനെ ഇപ്പം, അതായത് ഇസ്രായേൽ പിന്നെ വളരെ കാലമായിട്ട് ഇറാന്റെ ന്യൂക്ലിയർ ഫിസിസിസ്റ്റിനെയും സയന്റിസ്റ്റിനെയൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് എലിമിനേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ പാകിസ്ഥാന്റെ ഈ ന്യൂക്ലിയർ സയന്റിസ്റ്റിനെ, അബ്ദുൾ ഖാദർ ഖാൻ എന്നുള്ള ന്യൂക്ലിയർ സയന്റിസ്റ്റിനെ കൊല്ലുവാൻ പ്ലാൻ ഇട്ടിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഒക്കെ ബോംബിട്ട് നശിപ്പിക്കുവാൻ, കാരണം ഇസ്രായേലിന് പെട്ടെന്ന് സാധിക്കത്തില്ല, കാരണം ഏറ്റവും സമീപ പ്രദേശത്തുള്ള ഇന്ത്യയുടെ സഹായം ലഭിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് ചെയ്യുവാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ഇന്ത്യയെ സമീപിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഈ പറഞ്ഞ ഒരു ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഡീക്ലാസിഫൈഡ് ആയിട്ടുള്ള ഈ റിപ്പോർട്ടുകൾ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഈ പറഞ്ഞ അസാസിനേഷൻ നടത്താനും അതുപോലെ തന്നെ പാകിസ്ഥാൻ ന്യൂക്ലിയർ സൈറ്റ്സിനെ ബോംബ് ചെയ്ത് നശിപ്പിക്കാനും ഒക്കെ ആയിരുന്നു ശ്രമങ്ങൾ. CIA ഒരു മുൻ ഡയറക്ടർ ജോർജ് ടെനറ്റ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത്, ഒസാമ ബിൻ ലാദനെ പോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ അബ്ദുൾ ഖാദർ ഖാൻ, പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ബോംബിന്റെ പിതാവ് എന്ന് പറയുന്ന ആ വ്യക്തി എന്നുള്ളത്. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഏജൻസി, അതായത് മൊസാദിന്റെ തലവൻ, അതായത് അദ്ദേഹത്തിന്റെ പേര് ഷബ്തൈ ഷാവിത്ത് എന്ന് പറയുന്നത്, അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് ഈ പാകിസ്ഥാന്റെ ഈ വ്യക്തിയെ അബ്ദുൽ ഖാദർ ഖാനെ എലിമിനേറ്റ് ചെയ്യാൻ കഴിയാത്തതിൽ വളരെ വിഷമമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ ഒരു ലോങ് ടൈം പ്ലാൻ ആയിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ടാർഗറ്റ് ആയിരുന്നു പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ബോംബ്സും അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധി പണ്ട് പ്രധാനമന്ത്രിയായിരുന്ന 80കളിൽ പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ഇസ്രായേൽ ഇന്ത്യയെ സമീപിക്കുന്നത്. ഇസ്രായേൽ പാകിസ്ഥാനെ ന്യൂക്ലിയർ ബേസിനെ ബോംബ് ചെയ്യാൻ വേണ്ടി പ്രപ്പോസ് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അതിനെ ആദ്യം അപ്രൂവ് ചെയ്യുകയും പക്ഷേ പിന്നീട് അവർ പുറകോട്ട് മാറുകയും ചെയ്തിരുന്നു. 87 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായതിനു ശേഷം, അതായത് ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷന് ശേഷം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി വന്നത് സമയത്ത്, അന്ന് ഇന്ത്യയുടെ ആർമി ചീഫായിട്ടുള്ള ജനറൽ കൃഷ്ണസ്വാമി സുന്ദർജി പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ബോംബിട്ട് നശിപ്പിക്കാം എന്നുള്ളൊരു പ്രോജക്റ്റുമായിട്ട് വരികയായിരുന്നു. പക്ഷേ രാജീവ് ഗാന്ധി അത് സമ്മതിച്ചില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഭാഗത്തു നിന്നും ഒത്തിരി അനാസ്ഥകൾ ഉണ്ടായതിൻ്റെ ഫലമാണ് ഇന്ന് പാകിസ്ഥാൻ നമ്മളെ ഈ ന്യൂക്ലിയർ ബോംബ് കാണിച്ചു. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ അത് പിന്നെ ഒരു കടലാസ് എന്താണ് പടക്കമാണെന്നോ അല്ലെങ്കിൽ ഒരു കടലാസ് പുലിയാണെന്നോ അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. കാരണം അതൊന്നും നമുക്ക് ഒരു ബ്ലാക്ക് മെയിലിന് നമ്മൾ ഇത്രയും നാളും വഴങ്ങിക്കൊടുത്തെങ്കിലും പാകിസ്ഥാൻ്റെ, കാരണം ഞങ്ങളുടെ കയ്യിൽ അണുവായുധമുണ്ട്, ഞങ്ങളെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അണുവായുധം ഉപയോഗിക്കുക എന്നുള്ള ബ്ലാക്ക് മെയിലിലാണ് ഇന്ത്യ ഇത്രയും നാളും അവരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഈ പറഞ്ഞ ഇതിനു മുമ്പുള്ള പല ഭരണാധികാരികളും പാകിസ്ഥാനെതിരെ കൃത്യമായിട്ടുള്ളൊരു നിലപാട്, അവരുടെ ഭാഗത്തുനിന്ന് ഒട്ടനവധി തീവ്രവാദ പ്രവർത്തനങ്ങൾ, നമ്മുടെ രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒട്ടനവധി തീവ്രവാദ പ്രവർത്തനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടും നമുക്ക് കാര്യമായിട്ട് അവർക്കെതിരെ ഒരു തിരിച്ചടിയോ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള യുദ്ധവും നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത വന്നത് ഈ ഒരു ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിന് നമ്മുടെ ഇന്ത്യൻ ലീഡർഷിപ്പ്, മുമ്പുള്ള ഇന്ത്യൻ ലീഡർഷിപ്പുകളൊക്കെ തന്നെ അവർ അതിന് ഒരുപക്ഷെ വശംവദരായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന് വഴങ്ങിക്കൊടുത്തുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ത്രെട്ട് ഉണ്ടായിരുന്നിട്ടും
1970-കളിൽ ഈ അബ്ദുൽ ഖാദർ ഖാന് പാകിസ്ഥാന് വേണ്ടി ഒരു ആറ്റോമിക് ബോംബ് ഉണ്ടാക്കുക എന്നുള്ളൊരു രഹസ്യ പദ്ധതി ഉണ്ടായിരുന്നു. ന്യൂക്ലിയർ പവർ ആക്കി തീർക്കുക പാകിസ്ഥാനെ എന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പം ഈ വ്യക്തി ഈ ന്യൂക്ലിയർ ടെക്നോളജി ഇറാനുമായിട്ടും ലിബിയയായിട്ടും നോർത്ത് കൊറിയയ്ക്കും ഒക്കെ ഷെയർ ചെയ്തെന്നുള്ള റിപ്പോർട്ട് നമുക്കിതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും. പാകിസ്ഥാനിൽ ബോംബ് ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ ഇറാൻ, ലിബിയ, നോർത്ത് കൊറിയ, ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഈ ടെക്നോളജി ഷെയർ ചെയ്യുക എന്നുള്ളൊരു പ്രവൃത്തിയിൽ കൂടെ അദ്ദേഹം ഏർപ്പെട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പണ്ട് നെതർലാൻഡ്സിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇന്ത്യ 1974 വളരെ സക്സസ്ഫുൾ ആയിട്ട്, അല്ലേ, വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് നമ്മൾ ആദ്യത്തെ നമ്മുടെ വെപ്പൺ ടെസ്റ്റ് നടത്തി. അതിനുശേഷം അന്ന് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു സുൽഫിക്കർ അലി ഭൂട്ടോ പറഞ്ഞത്, എന്ത് വില കൊടുത്തും പാകിസ്ഥാൻ ഒരു അണുവായുധം രാജ്യമായി മാറും, അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ സ്റ്റേറ്റായി മാറും എന്നായിരുന്നു സുൽഫിക്കർ അലി ഭൂട്ടോ പ്രതിജ്ഞ എടുത്തത്. കാരണം തൊട്ടടുത്തുള്ള അവരുടെ ശത്രുരാജ്യമായിട്ടുള്ള ഇന്ത്യ ഒരു ന്യൂക്ലിയർ പവറായി. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഉറക്കം കെടുത്തുന്ന ഒരു സംഭവമാണത്. അപ്പോൾ പാകിസ്ഥാൻ ഏത് വിധേനയും ന്യൂക്ലിയർ ബോംബ് കരസ്ഥമാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലൂടെ അവരുടെ ശ്രമങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ഈ പറഞ്ഞ ശ്രമത്തിൻ്റെ ഫലമായിട്ട് അവർ കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ് അബ്ദുൽ ഖാദർ ഖാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അദ്ദേഹം കറാച്ചിയിലും ബെർലിനിലും ഒക്കെ പഠിച്ചാണെന്ന് പറയുന്നു. പുള്ളി ആ സമയത്ത് നെതർലാൻഡ്സിൽ ആംസ്റ്റർഡാമിൽ ഒരു ന്യൂക്ലിയർ ഫ്യൂവൽ കമ്പനി, അതായത് യുറാൻകോ എന്ന് പറയുന്ന ന്യൂക്ലിയർ ഫ്യൂവൽ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 1974 നെതർലാൻഡ്സ് വിട്ടു. പിന്നെ പാകിസ്ഥാൻ അദ്ദേഹം വന്നു. പാകിസ്ഥാൻ്റെ ഗവൺമെൻറ് ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം പാകിസ്ഥാനിൽ വന്നു. പാകിസ്ഥാനിൽ വന്നതിന് ശേഷം അദ്ദേഹം പിന്നെ ഈ നെതർലാൻഡ്സിൽ നിന്ന് ചില ടെക്നോളജിയൊക്കെ, യുറേനിയം പിന്നെ സെൻട്രിഫ്യൂജിൻ്റെ ടെക്നോളജിയുടെ ബ്ലൂ പ്രിൻ്റ് ഒക്കെ അടിച്ചു മാറ്റിക്കാനാവുന്നത്. അപ്പോൾ അദ്ദേഹം അത് പാകിസ്ഥാനിൽ കൊണ്ടുവന്ന് അടിച്ചു മാറ്റിയ ടെക്നോളജി, അത് പാകിസ്ഥാൻ്റെ ശരിക്കുള്ള രീതി എന്ന് പറഞ്ഞാൽ ബെഗ്, സ്റ്റീൽ ഓർ ബോറോ എന്നുള്ളതാണ്. ഒന്നുകിൽ ഇരക്കുക, ബെഗ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റീൽ ചെയ്യുക, സ്റ്റീലിനെ മോട്ടിക്കുക, അല്ലെങ്കിൽ ബോറോ ചെയ്യുക, കടം മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹം ഈ നെതർലാൻഡ്സിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടുന്ന് അടിച്ചു മാറ്റിയ ഒരു ടെക്നോളജിയുടെ ബ്ലൂ പ്രിൻറ്റുമായിട്ടാണ് പാകിസ്ഥാനിൽ വരിക. അദ്ദേഹം പാകിസ്ഥാനിൽ ഈ പറഞ്ഞ ന്യൂക്ലിയർ പവർ പ്ലാന്റ് തുടങ്ങുകയൊക്കെ ചെയ്തത്. അത് തന്നെയല്ല, അതിനുശേഷം ഈ പറഞ്ഞ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ചൈനയുടെ ഭാഗത്തു നിന്നൊക്കെ പിന്നെ വളരെ ആകമഴിഞ്ഞിട്ടുള്ള സഹായങ്ങൾ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നതിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ ഈ പൊതു മുഖ്യധാരയിലൊക്കെ അപ്പോൾ അതിനെക്കുറിച്ച് അതായത് നേരത്തെ അമേരിക്കയുടെ ന്യൂയോർക്ക് ടൈംസിൽ തന്നെ വന്ന റിപ്പോർട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ റിപ്പോർട്ട് ചെയ്യാം. അമേരിക്ക പാകിസ്ഥാനെ ന്യൂക്ലിയർ പവർ ആകുന്നതിൽ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈന, ഈ രണ്ട് രാജ്യങ്ങളും പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺ ഒരു പവറായി മാറുന്നതിൽ അവരെ സഹായിച്ചിട്ടുള്ള, ആദ്യകാലങ്ങളിൽ അമേരിക്കയും പിന്നീട് മുതൽ ഇപ്പം വരെ ചൈനയും നന്നായിട്ട് സഹായിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളായിരുന്നു. കാരണം അന്ന് അന്ന് അമേരിക്ക പാകിസ്ഥാനെ സഹായിച്ചതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കോൾഡ് വാർ സമയത്ത്. എന്നാൽ കോൾഡ് വാർ സമയത്ത് പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ നിലനിർത്താൻ വേണ്ടിയും ഇന്ത്യയെ ബ്ലാക്ക്മെയിൽ നിർത്താൻ വേണ്ടിയും പിന്നെ ഭാവിയിൽ റഷ്യക്കെതിരെ ഒരു ചെക്ക്മേറ്റായിട്ട് വെക്കുവാൻ വേണ്ടിയൊക്കെ തന്നെ. ഇപ്പം നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് അവരെ ഒരു നൂർഖാൻ ബേസ് നമ്മൾ ആക്രമിക്കുകയുണ്ട്. അതിനുശേഷമാണ് നമ്മൾ അറിഞ്ഞത് അമേരിക്കയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു ബേസ് ആണെന്നും അവിടെ ഈ അമേരിക്കയുടെ ആണവായുധങ്ങൾ ആണ് അവിടെ ശരിക്കും ഉള്ളതെന്നൊക്കെ പറഞ്ഞതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ നമ്മൾ വായിച്ചാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ വളരെ രഹസ്യമായിട്ട് അമേരിക്കയുടെ ബേസുകളുണ്ട്, അമേരിക്കയുടെ ന്യൂക്ലിയർ ബേസുകളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ചൈന അവർക്ക് എൻറിച്ച്ഡ് യുറേനിയവും ട്രൈറ്റിയം അതുപോലെ തന്നെ സയൻറ്റിസ്റ്റിനെയൊക്കെ തന്നെ കൊടുക്കുകയുണ്ടായി. 80കളിൽ അമേരിക്ക വളരെ രഹസ്യമായിട്ട് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിനെയൊക്കെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ അടുത്തൊരു രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലിനൊരു ത്രട്ടാണ് പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുക എന്നുള്ളത്. എന്നിട്ടും അമേരിക്ക പാകിസ്ഥാനെ സഹായിച്ചു എന്നുള്ളൊരു വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ അതൊരു വിഷയമല്ലായിരുന്നു. ഇസ്രായേൽ ഇത് അറിയാൻ തുടങ്ങി അന്ന് മുതൽ തന്നെ ഇതെങ്ങനെയും ന്യൂട്രലൈസ് ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടിയാണ് അവർ നിലനിന്നത്. ഇപ്പോഴും അവർക്ക് ആ ഒരു ലക്ഷ്യമുണ്ട്. പക്ഷേ ഇന്ത്യയുടെ എയർബേസസ് അവർക്ക് കിട്ടിയാൽ മാത്രമേ ഫലപ്രദമായിട്ട് അവർക്കത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇന്ദിരാഗാന്ധി അന്ന് സമ്മതിച്ചതാണ്, പക്ഷേ അതിനുശേഷം അവർ റിട്രീറ്റ് ചെയ്തു.
നമ്മുടെ ജാംനഗർ, ഗുജറാത്തിലുള്ള ജാംനഗർ എയർബേസ് ഉപയോഗിച്ച് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ബേസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ബോംബിടുക, എയർ സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി അന്ന് നമ്മൾ ആ പ്രോജക്റ്റിന് ഒരു തുടക്കം കുറിച്ചെങ്കിലും, പക്ഷേ അത് പിന്നീട് നമുക്ക് പിൻവലിയേണ്ടി വന്നു ഇന്ത്യക്ക്. എന്നാൽ അങ്ങനെ ഇസ്രായേലിന് അത് ചെയ്യാൻ സാധിച്ചില്ല. കാരണം സ്ഥല സമീപ പാകിസ്ഥാൻ്റെ അയൽപക്കത്തുള്ള മറ്റു രാജ്യങ്ങളൊന്നും ഇസ്രായേലിന് ആശ്രയിക്കാൻ സാധിക്കത്തില്ല. ഇസ്രായേലിന് അങ്ങനെ ഒരു ഇടവും കൊടുക്കത്തില്ല. കാരണം അതുകൊണ്ട് ഈ പറഞ്ഞൊരു ലക്ഷ്യത്തോടുകൂടി ഇസ്രായേൽ അന്ന് ഇന്ത്യയെ സമീപിച്ചെങ്കിലും ഇന്ത്യക്കത് ഒരു ഗ്രീൻ സിഗ്നൽ കൊടുത്തത് നമുക്ക് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ പാകിസ്ഥാനെ നമുക്ക് ഒത്തിരി വർഷത്തേക്ക് പുറമോട്ട് നമുക്ക് വലിച്ചിഴയ്ക്കാമായിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ ഇറാനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താണ് പറയുക സ്ട്രാറ്റജി എങ്ങനെയാണോ അതുപോലെ ഒരു തന്ത്രം നമുക്കും പ്രയോഗിക്കാമായിരുന്നു. പക്ഷെ അതിന് കഴിയുന്നൊരു നേതാവ് ഇന്ദിരാഗാന്ധി മാത്രമായിരുന്നു. അവരുടെ സമയത്താണ് അത് തീർച്ചയായിട്ടും ഇസ്രായേൽ ഇന്ത്യയെ സമീപിച്ചത്. അപ്പോൾ ഏകദേശം 90-കൾ ആയപ്പോഴത്തേക്ക് കോൾഡ് വാർ, ശീതസമരം അവസാനിക്കുകയും അമേരിക്ക പാകിസ്ഥാന് കൊടുത്തുകൊണ്ടിരുന്ന എല്ലാ സഹായങ്ങളും, ഏകദേശം മിലിറ്ററി ഹെൽപ്പും ഇക്കണോമിക് സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളും ഒക്കെ തന്നെ ഒന്നുകിൽ നിർത്തുക അല്ലെങ്കിൽ വളരെ വെട്ടിക്കുറയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം അങ്ങനെ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനും അമേരിക്കയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന സഹായങ്ങൾ വളരെ നന്നേ കുറഞ്ഞു, അല്ലെങ്കിൽ നിന്നു എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ അപ്പോഴത്തേക്ക് പാകിസ്ഥാൻ ഏകദേശം ഒരു ലെവലിലായി. കാരണം അവർക്ക് സ്വന്തമായിട്ട്, അല്ലെങ്കിൽ ചൈനയിൽ നിന്നും ഹെൽപ്പ് കിട്ടുന്നുണ്ടായിരുന്നു. ചൈനയിൽ നിന്നുള്ള ഹെൽപ്പോട് കൂടി അവർക്ക് സ്വന്തമായിട്ട് അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാം തുടർന്നുകൊണ്ട് പോകാനും ന്യൂക്ലിയർ ഒരു ബോംബ്, അണുവായുധം നിർമ്മിക്കാനും ഒക്കെ അവർക്ക് സാധിക്കുന്ന തരത്തിലേക്ക് അവർ വളർന്നു കഴിഞ്ഞിരുന്നു. അപ്പം നമ്മൾ വാജ്പേയിയുടെ സമയത്ത് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം അണുപരീക്ഷണം നടത്തിയതിന് ശേഷം ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പാകിസ്ഥാനും അവരുടെ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തുകയും അമേരിക്ക ഇന്ത്യക്കും പാകിസ്ഥാനും മുകളിൽ ഉപരോധം ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തൊരു ചരിത്രമൊക്കെ ഉണ്ട്. അപ്പം അന്ന് അവരെ ബലൂചിസ്ഥാനിലുള്ളൊരു മരുഭൂമിയിലായിരുന്നു അവരുടെ ടെസ്റ്റ് നടത്തിയത്. അങ്ങനെ ലോകത്തിലെ 7ാമത്തെ ന്യൂക്ലിയർ പവറായി പാകിസ്ഥാൻ മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പേരിൽ അബ്ദുൽ ഖാദർ ഖാൻ പാകിസ്ഥാൻ്റെ ഹീറോയാണ്. കാരണം അവർക്ക് അനുഭവം നൽകിയ ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അദ്ദേഹത്തെ ദൈവതുല്യമാണ് അവിടെ ഇപ്പോഴും ആൾക്കാർ കരുതുന്നത്. 2021 85ാമത്തെ വയസ്സിൽ ഒരു ക്യാൻസർ ബാധിതനായിട്ട് അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ പ്രോജക്റ്റിനെ കുറിച്ചുള്ളൊരു ചെറിയ അവലോകനം. അത് ഇസ്രായേൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇസ്രായേലിൻ്റെ ഒരു ഏറ്റവും മുൻഗണനയുള്ള ഒരു ലക്ഷ്യമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. പാകിസ്ഥാൻ്റെ ആണവ ശക്തിയെ അല്ലെങ്കിൽ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ ന്യൂട്രലൈസ് ചെയ്യുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴും ഇസ്രായേലിൻ്റെ ലക്ഷ്യമാണ്. ഇന്ത്യക്കും അങ്ങനെ രഹസ്യമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ത്യയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ ലീഡർഷിപ്പ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അത് അത്രത്തോളം അഗ്രസീവായിട്ടും പ്രൊവാക്റ്റീവായിട്ടും ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് ഇപ്പോഴും സംശയത്തിൽ നിൽക്കുന്നൊരു കാര്യമാണ്. കാരണം ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ കുറിച്ച് നമുക്കറിയാം. പാർട്ടിയുടെ അല്ല ഞാൻ പറഞ്ഞാൽ പൊതുവേ നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ലീഡർഷിപ്പ് ഇതുപോലെ ഉള്ള ഈ പ്രോജക്റ്റിന് അല്ലെങ്കിൽ ചില ഇനിഷ്യേറ്റീവ് എടുക്കുവാൻ തയ്യാറാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അത് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ലീഡർ ഒരുപക്ഷെ ഇന്ദിരാഗാന്ധി മാത്രമായിരുന്നായിരിക്കാം. പക്ഷേ അവരുടെ കാലത്ത് നടന്നില്ല. അതിന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അവരുടെ അസാസിനേഷൻ ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ ആ ഒരു ബിഗ് പ്രോജക്റ്റ് നമുക്ക് എന്നേക്കുമായിട്ട് ഷെൽഫിൽ കയറ്റി വെക്കേണ്ടി വന്നു. രാജീവ് ഗാന്ധിയുടെ സമയത്ത് ആർമി ചീഫ് പറഞ്ഞതാണ്, അതിനുവേണ്ടി ഇന്ത്യൻ മിലിറ്ററി സജ്ജമാണ്, പക്ഷേ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഗ്രീൻ സിഗ്നൽ ഇല്ലാതെ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇനിയും നമുക്ക് തീർച്ചയായിട്ടും ഒരുപക്ഷെ ഈ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇറാനെതിരെയുള്ള ഈ പറഞ്ഞ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഈ ഒരു ഭീഷണി നിലനിൽക്കുന്ന സമയത്തും പാകിസ്ഥാനെ സംബന്ധിച്ചും വളരെയധികം ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഇറാന് ശേഷം ഒരുപക്ഷെ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു രാജ്യം പാകിസ്ഥാനായിരിക്കും എന്നുള്ള ഒരു എന്താണ് പറയുന്നത്
ഒരു സംശയം പാകിസ്ഥാൻ്റെ പൊളിറ്റിക്കൽ മിലിറ്ററി ലീഡർഷിപ്പിലൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് നമുക്ക് പല റിപ്പോർട്ടുകൾ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇസ്രായേൽ ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ ഫലവത്തായിട്ട് ന്യൂട്രലൈസ് ചെയ്തെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ അതിനുശേഷം പിന്നെ നിലനിൽക്കുന്ന ഒരു ത്രെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ രാജ്യമല്ല, പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആയതുകൊണ്ട്. കാരണം പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞിട്ടുള്ളത് ഏത് മുസ്ലിം രാജ്യത്തിനെയും പാകിസ്ഥാൻ്റെ അണുവായുധങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യും, ഇസ്രായേൽ അല്ലെങ്കിൽ അതുപോലുള്ള ശത്രു രാജ്യങ്ങളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി എന്നൊക്കെ. അങ്ങനെ മുസ്ലിം വേൾഡിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിക് ബോംബ് എന്നാണ് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ബോംബിനെ അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് എല്ലാ ഇസ്ലാമിക് രാജ്യങ്ങൾക്കും വേണ്ടിയാണ് പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റായി മാറിയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ത്രെട്ട് ഇസ്രായേലിനും ഉണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ തീർച്ചയായിട്ടും അത് മറന്നു പോകാനോ അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പക്ഷേ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ വെപ്പൺ പ്രോഗ്രാമിനെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടായാലും നമുക്ക് അതിശയിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ അതൊരു സർപ്രൈസിങ് എലമെൻ്റ് ആകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോഴും ഇസ്രായേലിൻ്റെ ഒരു എക്സിസ്റ്റിംഗ് പ്ലാൻ തന്നെയാണ്, പ്രോജക്റ്റ് തന്നെയാണ് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബ്സിനെ നിർവീര്യമാക്കുക അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ നമുക്ക് ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഐ വിഷ് യു എ ഹാപ്പി ഡേ.